പ്രഭാതമുണരും പ്രഭാതമുണരും ഹിമമയഗിരിയിൽ പ്രണവധ്വനി തൻ പ്രദക്ഷിണം. ദേവോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. പ്രദോഷമണയും ജപജലധികളിൽ പ്രഭാമയം തവ പ്രദക്ഷിണം. പ്രദക്ഷിണം പ്രദക്ഷിണം പ്രദക്ഷിണം. പ്രപഞ്ച മന്ദിര ഗോപുര നടയിൽ നിരാമയം ദിനം പ്രദക്ഷിണം. പ്രസാദ കുങ്കുമ തിലകം ചാർത്തും ജീവിത നടയിൽ പ്രദക്ഷിണം. നിത്യാനന്ദകരീ വരാഭയകരീ സൗന്ദര്യരത്നാകരീ നിർധൂതാഖില ഘോര പാവനകരീ പ്രത്യക്ഷ മാഹേശ്വരി പ്രാലേയാചല വംശ പാവനകരീ കാശീപുരാധീശ്വരി ഭിക്ഷാന്തേഹി കൃപാവലംബനകരീ മാതാനപൂർണേശ്വരി. ഓരോ സൂര്യോദയങ്ങളുടെയും മനോഹാരിതയിലേക്ക് മൃദുലവും സൗമ്യവുമായി ഉണർന്നെഴുന്നേൽക്കുന്ന ഗ്രാമമാണ് ഉദയംപേരൂർ. ദേവീമന്ത്രം ഉരുവിട്ട് ഓളം തല്ലുന്ന കായലോളങ്ങളുടെ വിശാലതയിൽ മനോഹരമായ ഒരുപാട് ഋതുക്കൾ കടന്നുപോയതിന്റെ തിരുശേഷിപ്പുകൾ കാണാം. തീരങ്ങൾ ഒരു കാലത്ത് നിരവധി സർപ്പക്കാവുകളുടെ കേദാരഭൂമി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉദയംപേരൂരിന്റെ തലമുറകൾ കാവുകളെ ആരാധിക്കുകയും ഉദയാസ്തമയങ്ങളിൽ കാവുകളിൽ തിരികൊളുത്തി പ്രാർത്ഥിക്കുന്ന ആരാധനാരീതികൾ പിന്തുടരുകയും ചെയ്തു. കാവുകളിൽ സമർപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളുടെ തുടർച്ച പോലെ ഇന്നും ഉദയംപേരൂരിൽ കാവുകൾ അവശേഷിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്നു പോവുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിന്റെ ആദികാലം മുതൽ നാഗലോകമെന്ന ഒരു ലോകമുണ്ടായിരുന്നുവെന്നും ദേവന്മാരെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു നാഗലോകമെന്നും പുരാണങ്ങൾ പറയുന്നു. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ എന്ന ദേശത്തെ ഏറ്റവും വലിയ കാവും അതിപുരാതനമായ സർപ്പദൈവാരാധനാ രീതികൾ ഇന്നും പിന്തുടരുന്ന ക്ഷേത്രവുമാണ് ശ്രീ നെടുവേലിൽ ഭഗവതി ക്ഷേത്രം. കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഈ ദേശത്തിന്റെ ആകെ ചൈതന്യമായി വിളങ്ങുന്ന ദേവി ഇവിടെ ഭദ്രകാളി ഭാവത്തിലാണ് പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്നത്. സർവദേവീഭാവങ്ങളും ആദിപരാശക്തിയായ പാർവതീദേവിയിൽ നിന്നാണല്ലോ ഉത്ഭവിക്കുന്നത്. ലോകത്തെ തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്ന ദിവ്യമന്ത്രമാണ് കാളി എന്ന പദം. ഘോരരൂപിണിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കാളി രൂപത്തിന് പ്രാചീന കാലം മുതൽ ഭക്തജനങ്ങളുടെ മനസ്സിൽ വിവിധ ഭാവങ്ങളാണ്. ഭദ്രകാളി, മഹാകാളി, രക്തേശ്വരി, ചാമുണ്ടേശ്വരി അങ്ങനെ നിരവധി ഭാവങ്ങളിലാണ് ദേവിയെ പുരാതന കാലം മുതൽ ഭാരതത്തിലെ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നത്. ദ്രാവിഡ സംസ്കാരങ്ങൾ ദേവിയെ മലമടക്കുകളിലും പുഴയുടെ തീരങ്ങളിലും ഗുഹകളിലും വെച്ച് ആരാധിക്കുമ്പോൾ മറ്റൊരു സംസ്കാരം ദേവിക്കായി പൂജാമുറികളും നിരവധി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി. ഈ ആരാധനാ സംസ്കാരങ്ങൾ നിലനിൽക്കുമ്പോഴും നാം തിരിച്ചറിയേണ്ട സത്യം സർവ്വതും ആദിപരാശക്തിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നതും ഒടുവിൽ എത്തിച്ചേരുന്നതും.
പരമാത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മാവുകളാണല്ലോ നമ്മൾ മനുഷ്യരും സർവ്വജീവജാലങ്ങളും. ഒടുവിൽ തിരിച്ചെത്തിച്ചേരേണ്ടതും ലയിച്ചു ചേരേണ്ടതും ആ പരമാത്മാവിൽ തന്നെയാണല്ലോ. നിരവധി ഭൂമിശാസ്ത്രങ്ങളും ഋതുക്കളും അനുഭവിച്ച് അനേകം ദേശങ്ങളിലൂടെ പുഴയൊഴുകി കടലിലേക്ക് എത്തിച്ചേരും പോലെ നാം ഓരോരുത്തരും ഓരോ ജന്മങ്ങളിലൂടെയും പരമാത്മാവിലേക്ക് എത്തിച്ചേരുവാനുള്ള യാത്രയിൽ തന്നെയാണ്. ഇവിടെ ഉദയംപേരൂർ ദേശത്തെ ഭക്തജനങ്ങളുടെ ആത്മീയ യാത്രകൾക്ക് ചൈതന്യമേകുന്നത് പരദേവതയായ നെടുവേലിൽ ശ്രീ ഭദ്രകാളി ദേവി തന്നെയാണ്. നെടുവേലിൽ ക്ഷേത്രചരിത്രം തുടങ്ങുന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്താണ്. വടക്കൻ കേരളത്തിലെ പ്രശസ്തമായ ആഴ്വാഞ്ചേരി മനക്കിലേക്ക് ഒരു നായർ സ്ത്രീയെ വിവാഹം കഴിച്ചുവെന്ന കാരണത്താൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നമ്പൂതിരി സ്വപത്നിയുമായി ദേശാടനം നടത്തുകയും ഒരിക്കൽ കായൽ മാർഗം ഉദയംപേരൂരിൽ എത്തിച്ചേരുകയും ചെയ്തു. തൊട്ടടുത്തുള്ള പാടത്തുകൂടി നടന്നു പോകുമ്പോൾ അങ്ങകലെ ഒരു വെളിച്ചം കണ്ട് അതിനെ ലക്ഷ്യമാക്കി നടക്കുകയും അവിടുത്തെ അതിഥികളായി അന്നം കഴിച്ച് അന്ന് അവിടെ കഴിയുകയും ചെയ്തു. അതാണ് ഇന്നത്തെ കണ്ണോത്ത് തറവാട്. അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഉപാസനാമൂർത്തികളായ ഭഗവതിയെയും മറ്റ് ഉപദേവതകളെയും തൊട്ടടുത്തുള്ള സ്ഥലത്ത് കുടിയിരുത്തി. കാലാന്തരത്തിൽ ഇന്നത്തെ നെടുവേലിൽ ഭഗവതി ക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് രക്ഷസായി ഇവിടെ വാഴുന്നത്. രക്ഷസിനെ പ്രീതിപ്പെടുത്തി വേണം മറ്റു ചടങ്ങുകൾ ചെയ്യാൻ. ശാന്തസ്വരൂപിണിയായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഒരേ സമയം ശാന്തസ്വരൂപിണിയും ഉഗ്രരൂപിണിയുമായി ദേവി നിലകൊള്ളുന്നു. രാവിലെ 5:30 നട തുറക്കും. നിത്യാനം, മലരേന്ത്യം, 8 മണിക്ക് ഉച്ചപൂജ, 9:30 നട അടയ്ക്കും. വൈകുന്നേരം 5:30 നട തുറന്ന് 6:45 ദീപാരാധന, 7 മണിക്ക് അത്താഴപൂജ, 7:30 നട അടയ്ക്കും. പിന്നെ വിശേഷാലായിട്ട് മേടം 2 മുതൽ മേടം 10 വരെ 10-ാം തീയതി വലിയ ഗുരുതിയായിട്ട് നടത്തുന്നു. കൊടിയേറ്റും ആറാട്ടുമില്ല. ഇവിടെ 10ാമത് ഗുരുതിയായിട്ടാണ് നടത്തുന്നത്. അതിപുരാതനമായ നെടുവേലിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ കാലഘട്ടത്തിൽ പുതുക്കിപ്പണിഞ്ഞ ക്ഷേത്രത്തിന്റെ രൂപമാണ് ഇവിടെ കാണുന്നത്. മഹാക്ഷേത്രങ്ങളിലേതുപോലെ കൊത്തുപണികളൊന്നുമില്ലെങ്കിലും നമസ്കാര മണ്ഡപവും ചതുര ശ്രീകോവിലുമുള്ള ക്ഷേത്രം കാഴ്ചയിൽ വളരെ ലളിതമാർന്ന രൂപകൽപ്പന തന്നെയാണ്.
ദൈവത്തിന്റെ മനസ്സുപോലെ തന്നെ പ്രദക്ഷിണ വഴികളും ചുറ്റമ്പലവും നാലമ്പലവും ഒക്കെയായി നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം അതിപുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ തലമുറകളോളം തുടർന്നു പോകുന്നതിനുള്ള സന്ദേശമാണ് നൽകുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവങ്ങൾ ഹനുമാനും ശാസ്താവുമാണെങ്കിലും ഗുരുകാരണവന്മാരടക്കം മറ്റു ദൈവങ്ങൾക്കും പൂജകൾ നടത്തിവരുന്നുണ്ട്. ഈ ഗ്രാമജീവിതങ്ങളുടെ എല്ലാ തീർത്ഥാടന യാത്രകളും തുടങ്ങുന്നത് നെടുവേലിൽ ഭഗവതിയുടെ മുന്നിൽ നിന്ന് തന്നെയാണ്. ശബരിമല ദർശനത്തിന് പോകുന്നവരും മറ്റ് മഹാക്ഷേത്ര ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന ഭക്തജനങ്ങളും ആദ്യം നെടുവേലിൽ ഭദ്രകാളി ദേവിയെ വണങ്ങി യാത്ര തുടങ്ങുകയും തിരികെ വരുമ്പോഴും ദേവിയുടെ മുന്നിൽ ഭക്തൻ തന്റെ മാനസം സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഓരോ പൂജകളും ഭക്തജനങ്ങളുടെ ആത്മസമർപ്പണം തന്നെയാണ്. ജീവിതത്തിലെ സർവ്വതിരക്കുകളിൽ നിന്നും മാറി നിന്ന് അല്പസമയമെങ്കിലും ദേവിക്ക് മുന്നിൽ നിലകൊള്ളുന്ന ഭക്തജനങ്ങൾ അവരുടെ ആത്മാവിനെ തന്നെയാണ് ദേവിയുമായി സംഗമിപ്പിക്കുന്നത്. ഈ സംഗമോത്സവം ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളെയും ശുദ്ധീകരിക്കുമ്പോൾ ഹൃദയങ്ങളുടെ തിടമ്പിൽ ഭഗവതി എഴുന്നള്ളി കർമ്മവീഥികളിലേക്കുള്ള യാത്രയിൽ നമ്മോടൊപ്പം ചേരുന്നു. പിന്നീടുള്ള ഓരോ പ്രവൃത്തികളും ഈശ്വരോന്മുഖമാകുമ്പോഴാണ് നാം ഓരോരുത്തരും ഉള്ളിലെ ആനന്ദത്തെ തിരിച്ചറിയുന്നതും. നെടുവേലി ഭദ്രകാളി ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ സർപ്പക്കാവ് ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളുടെ താളാത്മകതയെപ്പോലും നിലനിർത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏകദേശം 13 കാവുകളുണ്ടായിരുന്ന അത്യപൂർവമായ നാഗരാജ ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും. കുടുംബക്കാർക്കെന്ന പോലെ ഈ ദേശക്കാരുടെയും രക്ഷകരായി നാഗദൈവങ്ങൾ കുടികൊള്ളുന്നു. ആമയുടെ മനയ്ക്കലെ തിരുമേനിയാണ് തന്ത്രി. അഷ്ടനാഗ ക്ഷേത്രമാണിത്. ആമയുടെ തെക്കേടത്ത് തറവാട്ടുകാരാണ് എല്ലാ വർഷവും നാഗപ്രീതിക്കായി കളമെഴുത്തും പാട്ടും നടത്തിവരുന്നത്. പണ്ടുകാലം മുതൽ വെച്ച് നിവേദ്യം ഗുരുതി എന്ന പ്രധാന ചടങ്ങുകളാണ് 10ാമത് ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നടത്തി വരാറുള്ളത്. ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന 11 സർപ്പക്കാവിലും നാഗത്തന്മാർക്കുള്ള നിവേദ്യം വെച്ച് നിവേദിച്ച് ഓരോരോ കാടുകളിൽ കൊണ്ടുപോയി ആമടമംഗലം തിരുമേനിമാരുടെ കാർമ്മികത്വത്തിൽ ഈ പൂജ ഇവിടെ നടത്തി വരാറുള്ളത്. അതിനുശേഷം ഏതാണ്ട് 78-ന് ശേഷം ഇവിടെ സർപ്പം തുള്ളൽ, കളം വരച്ച് ഭസ്മക്കളം, വൈകുന്നേരം ദീപാരാധനയോടനുബന്ധിച്ച് പൊടിക്കളം, പിറ്റേ ദിവസം വെളുപ്പിന് കൂട്ടക്കളം, അതോടനുബന്ധിച്ച് പൊങ്ങുന്നിരിടി, ഈ ചടങ്ങോടു കൂടിയ സർപ്പം പാട്ട്, കളമെഴുത്തും പാട്ട് ആണ് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ഭൂതകാല നാഗയക്ഷി അമ്മയുടെ കളം ഇതംപ്രദമായി ഈ വർഷം ഇവിടെ ഇട്ട് ആചരിക്കുകയുണ്ടായി. കൂടാതെ നാഗരാജാവ്, നാഗയക്ഷി, മണിനാഗം, കരിനാഗം, കുഴിനാഗം, അഞ്ചൽമണിനാഗം, നാഗകന്യക, പറനാഗം, 2 പുലസർപ്പങ്ങൾ, ഇവർക്കുമെല്ലാം പ്രത്യേകം കളങ്ങളിട്ട് പൂജകൾ നടത്തി വരാറുണ്ട്.
വർഷത്തിലൊരിക്കൽ മാത്രം നടത്തിവരാറുള്ള ഭൂതകാല നാഗയക്ഷിക്കളം ഇവിടുത്തെ അത്യപൂർവമായ പ്രത്യേകതയാണ്. 41 ദിവസം വ്രതമെടുത്ത് കാപ്പുകാരനും കന്യാവും ആണ് കളം കൊള്ളുന്നത്. കളമെഴുത്തുപാട്ടിനൊടുവിൽ ഈ നാഗങ്ങൾ ഭക്തരിലൂടെ ആവേശിക്കപ്പെട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നത് തികച്ചും അത്ഭുതകരമായ കാഴ്ച തന്നെ. ഏകദേശം 8 മണിക്കൂർ സമയമെടുത്താണ് കളമെഴുത്ത് പൂർത്തീകരിക്കുന്നത്. തികച്ചും പ്രകൃതിദത്തമായ ചേരുവകളായ അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, വാകപ്പൊടി, സിന്ദൂരം, കരി എന്നിങ്ങനെയുള്ള ചേരുവകളാണ് കളമെഴുതാൻ ഉപയോഗിക്കുന്നത്. ശിവഭൂതഗണങ്ങളും മഹാകാലനും അധീശപ്പെട്ട് വസിക്കുന്ന ഒരു നാഗദേവതയാണ് ഭൂതകാല നാഗയക്ഷി. അതിന് കാവലായി നിൽക്കുന്നത് 5 തലയുള്ള സർപ്പമെന്നാണ് സങ്കല്പം. സർപ്പപ്രീതിക്ക് വേണ്ടിയാണ് ഈ കളമെഴുതുന്നത്. ഭൂമിയുടെ അധിപനായി നിലകൊള്ളുന്ന സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ സന്താനലബ്ധിയും കൂടാതെ സർപ്പദുരിതം, മാറാരോഗം, നാവദോഷം, നാളുദോഷം എന്നിവയൊക്കെ അകറ്റി സർവ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു എന്നും സങ്കല്പമുണ്ട്. എല്ലാ കളങ്ങളുടെയും തുടക്കം ശിവഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭസ്മക്കളത്തോടെയാണ്. പിന്നീട് ഓരോ നാഗങ്ങളെ മുൻനിർത്തി പൊടിക്കളവും, അവസാനം എല്ലാ നാഗങ്ങളെയും ഉൾപ്പെടുത്തി കുട്ടിക്കളവും വർഷം തോറും നടത്തിവരുന്നു. പറനാഗത്തിന് പ്രത്യേകം കളവും എഴുതാറുണ്ട്. അഷ്ടനാഗങ്ങളിൽ പ്രഥമനാണ് നാഗരാജാവ്. തൊട്ടരികിൽ നാഗയക്ഷിയമ്മ, കൂടാതെ മണിനാഗം, കുഴിനാഗം, 5 തല മണിനാഗം, കരിനാഗം, പറനാഗം, പുലസർപ്പങ്ങൾ, ഗുരുസ്ഥാനീയർ എന്നിവ അടങ്ങുന്ന സമുച്ചയവും ഇവിടെയുണ്ട്. അങ്ങനെ ഭാരതത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ആചാരാനുഷ്ഠാനമാണ് ഭൂതകാല നാഗയക്ഷിക്കളം വരയ്ക്കുകയെന്നത്. അഞ്ചു സർപ്പകന്യകമാരിൽ പ്രധാനിയാണ് ഭൂതകാല നാഗയക്ഷി. ഭൂമിയുടെ മുഴുവൻ നന്മകളും ഉൾക്കൊള്ളുന്ന ഭൂതകാല നാഗയക്ഷി പൂജയിൽ പങ്കുചേരുവാൻ ഉദയംപേരൂർ ദേശത്തിന്റെ എല്ലാ തലമുറകളും ഇവിടെ പ്രാർത്ഥനകളോടെ എത്തിച്ചേരുന്നു. സർവപൂജകളിലും പങ്കുചേർന്ന് ആത്മാവിനെ തേജോമയമാക്കുന്നു. ഒരു അപകടത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ തോളിൽ ഒരു ചെറിയ മുഴ രൂപാന്തരപ്പെടുകയും അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഉൾവിളി എന്നോണം എന്നെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ഞാൻ വന്ന സമയം ആമയുടെ തിരുമേനി ഇവിടെ കളത്തിൻ്റെ കാര്യങ്ങൾക്കായി വരിക, അദ്ദേഹത്തിന് ഇഷ്ടിക കിട്ടാനില്ല എന്ന് പറയാണ്. അപ്പോൾ ആ വണ്ടിയിൽ തന്നെ ഞാൻ ഇഷ്ടിക കൊണ്ടു കൊടുത്ത് 38 ഇഷ്ടികയാണ് ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഇവിടെ എത്തിച്ചു കൊടുത്തത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പയ്യനെടുത്ത് നമുക്ക് അരി പൊടിച്ചിട്ടില്ലേ ഏട്ടാ എന്ന് പറഞ്ഞു. അരി പഠിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി കയറി നമുക്ക് എവിടെയെങ്കിലും പോയി പഠിപ്പിക്കാമെന്ന് പറയണം. സ്ഥലം അറിയില്ല. ഇവിടെ അടുത്ത് ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ മില്ലുണ്ട്. അവരെന്തോ നമ്മൾ വിളിച്ചു വരുത്തിയതുപോലെ വാതിക്ക് നിൽക്കുകയാണ്. അരി പൊടിക്കാനല്ലേ, ഒന്ന് പൊടിച്ചു പോയിക്കോളം പറഞ്ഞു. അങ്ങനെ പൊടിച്ചു തരികയും കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തുകയും രാത്രിയിൽ ഞാൻ ഈ കളത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. കളം തുള്ളുന്നിടത്ത് ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ കുളിക്കാത്ത ആളെന്ന് എനിക്ക് ഇതിന് മാറി നിന്നപ്പോൾ കളം കൊണ്ട് തുള്ളി വരുന്ന നാഗരാജാവ്, ഞാൻ ചോദിച്ചു ആരാണ്, നാഗരാജാവെന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ പിടിച്ച് കടത്തിന് മുമ്പിൽ കൊണ്ടുവരികയും എൻ്റെ ഈ തോളത്ത് നോക്കിയിട്ട് എന്ത് പറ്റി, ഞാൻ പറയും ഇങ്ങനെ അറിയാമല്ലോ, പോയി കുളിച്ചേ, അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയും. ഞാൻ കുളിച്ചു വരികയും എൻ്റെ ഈ തോളത്തുള്ള ആ പാട്ട് നക്കിയെടുത്ത് തുപ്പിക്കളയുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടായത്. പിന്നീട് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, ചെറിയൊരു പാടൊന്നുമല്ലാതെ വേദന ഉണ്ടായിരുന്നില്ല. അത് എനിക്കിന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരനുഭവമാണ്.
ചിങ്ങമാസത്തിൽ 10-ാം ഉദയത്തോടനുബന്ധിച്ച് ഗുരുതി പൂജ ഒരു പ്രധാന വഴിപാടാണിവിടെ. ക്ഷേത്രം തന്ത്രിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വർഷം തോറും ഇത് നടത്തിവരുന്നു. നെടുവേലിൽ കണ്ണോത്തു കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയാണ് ക്ഷേത്രഭരണം നിർവഹിക്കുന്നത്. നാഗക്ഷേത്രം പണ്ടുകാലം മുതലേ ഇവിടെ സ്വയംഭൂവായി ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽപ്പെട്ടിട്ടുള്ളത്. കുറേ കാലങ്ങൾക്ക് ശേഷം വളരെ നാമാവിശേഷമായി തന്ത്രി വിധിപ്രകാരം പുതുതായിട്ട് 2003 ക്ഷേത്രം പുതുക്കിപ്പൊളിയുകയും തന്ത്രി ആമയുടെ മംഗല വിഷ്ണു നമ്പൂതിരിയുടെ വിധിപ്രകാരം സർപ്പബലിയോടുകൂടി പുനരുദ്ധരിക്കുന്നത് പ്രവർത്തിച്ചു. മഞ്ഞ മന്ദാരങ്ങളുടെ നിറമുള്ള സായാഹ്ന സൂര്യന്റെ ചെരിഞ്ഞ വെയിൽ ക്ഷേത്രാന്തരീക്ഷത്തിനു ചുറ്റും പടരുമ്പോൾ പ്രദോഷ പൂജകൾക്കായി ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. പ്രണവമന്ത്രം നിറയുന്ന ക്ഷേത്ര വഴികളിലൂടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ ഭക്തജനങ്ങൾ തങ്ങളുടെ ആത്മതാളം ദേവീ പാദങ്ങളിൽ സമർപ്പിക്കുകയായി. പ്രാർത്ഥനകൾക്കിടയിൽ ക്ഷേത്രദീപങ്ങൾ തെളിഞ്ഞു. ഓരോ ദീപങ്ങളും ആത്മദീപങ്ങളായി കൊളുത്തപ്പെടുമ്പോൾ ക്ഷേത്രാന്തരീക്ഷത്തിൽ ദേവീ ചൈതന്യം നിറഞ്ഞു തുളുമ്പി നിന്നു. ക്ഷേത്രമുറ്റത്തെ കാവുകളിലും തിരികൾ തെളിഞ്ഞു. ഭൂതകാല നാഗയക്ഷിക്കാവിലെ ഓരോ ഇലകളിലും ദേവീ ചൈതന്യം തുളുമ്പി. ശ്രീകോവിലിനുള്ളിൽ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇനി ഗാനാർച്ചനകളാണ്. നെടുവേലിൽ കുടികൊള്ളും അമ്മേ ഭഗവതി, ഞങ്ങൾ തൻ പൊന്നമ്മ കാക്കണം നിത്യവും. അറിയാതെ ചെയ്തൊരു പിഴകൾ പൊറുക്കേണം, അടിയങ്ങൾക്കാശ്രയം നീയല്ലോ നിത്യവും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓരോ ഭക്തഹൃദയങ്ങളിലും ദേവീരൂപം തെളിഞ്ഞു നിന്നു. ത്രിപുരസുന്ദരിയായ ദേവിയുടെ ശാന്തരൂപങ്ങൾ തന്നെയാണ് ഭക്തമാനസങ്ങളിൽ നിറയുന്നത്. ഓരോ ആത്മാവുകളും ദേവിയോട് മന്ത്രിച്ചു തുടങ്ങി. ദേവി, നിന്നിലെ അപരിമേയമായ ഊർജം ഞങ്ങളുടെ അകതാരിൽ നിറച്ച് ആത്മാവിനെ തേജോമയമാക്കി മനസ്സിലെ ഇരുട്ടറകളിൽ പ്രകാശം പരത്തി ശരീരത്തിൻ്റെ ഓരോ അംശങ്ങളിൽ പോലും നിറഞ്ഞ് ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ. ഇടയ്ക്കയുടെ നാദത്തോട് ചേർന്ന് സംഗീതമൊഴുകുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ദേവി ദർശനം നൽകാനൊരുങ്ങി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തുറന്നു. പ്രസന്നവതിയായ ദേവീ ദർശനത്തിന്റെ ആനന്ദാനുഭവത്താൽ ഭക്തജനങ്ങൾ സ്വയം മറന്ന് ആത്മദീപങ്ങളായി നിലകൊണ്ടു. പ്രപഞ്ചം മുഴുവൻ ദേവീ ചൈതന്യം അറിയുകയായി.